ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പഠിച്ച് എന്തൊക്കെ റെഫർ ചെയ്ത് പഠിക്കണം എന്നൊക്കെ ചേട്ടൻ പറഞ്ഞപ്പോൾ എവിടെയാണോ പാളിച്ചത് പറ്റി അത് കുറച്ചും കൂടെ സ്ട്രെങ്തനായി. ചേട്ടാന്ന് വിളിക്കുന്നത് ചേട്ടൻ തന്നെയാണ്. ഹായ് ഓൾ, വെൽക്കം ടു PKPSC കോർണർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് ഒരാളല്ല, 2 പേരാണ്. അപ്പോൾ 2 പേരെ നമ്മൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും അല്ലേ? ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് ഒരു കപ്പിളാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. PSCയുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് തുടങ്ങിയ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത തിരുവനന്തപുരം സ്വദേശികളായ സുധിനും ഗോപികയുമാണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. അപ്പോൾ ചേട്ടൻ പ്രോപ്പർ ഗൈഡൻസ് ആയിട്ട് സുധിൻ അതൊന്ന് വരട്ടെ, നീ അതുവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യ എന്ന് പറഞ്ഞിട്ട് ജോലി വെച്ച് പഠിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഒരാൾക്ക് കിട്ടി, ഒരാൾക്ക് പ്രതീക്ഷിച്ച റാങ്ക് ഇല്ല. ഞാൻ കണ്ട ക്ലാസ്സുകൾ പഠിപ്പിച്ചെടുത്ത് എനിക്ക് കിട്ടിയില്ലല്ലോ. ചോദ്യം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ അടി. പാറ്റേൺ ചേഞ്ച് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ടെൻഷൻ കാരണം നമുക്ക് പകുതി മാർക്കും പോകുന്നത്. വേൾഡ് വാർ 3 എന്നൊക്കെ യുദ്ധം അരങ്ങേറുന്നു. ഇല്ല, ഹണിമൂൺ സമയത്ത് ഫുൾ ഹണിമൂണാണ്. PKPSC കോർണർ, ക്രാഫ്റ്റ് യുവർ ഫ്യൂച്ചർ. ഏറ്റവും സ്നേഹത്തോടുകൂടെ ലെറ്റ്സ് വെൽക്കം തിരുവനന്തപുരം സ്വദേശികളായ സുധിൻ ആൻഡ് ഗോപിക. ആദ്യം തന്നെ സ്വാഗതം, കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ, കപ്പിളായിട്ടുള്ള ഇന്റർവ്യൂ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. പഠന സംബന്ധമായ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് വീട്ടിൽ ആരൊക്കെയുണ്ട്, അങ്ങനെ ചെറിയൊരു കുഞ്ഞൊരു ഇൻട്രോ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാം. എൻ്റെ പേര് സുധിൻ എസ്. നിലവിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുവാണ്. വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേട്ടത്തി, 2 പിള്ളേർ, പിന്നെ വൈഫ്, ഞാനാണ് ഉള്ളത്. അച്ഛൻ സബ് ഡിവിഷണൽ എഞ്ചിനീയറായിട്ട് BSNL റിട്ടയർ ആയതാണ്. അമ്മ ഹൗസ് വൈഫ്. ചേട്ടൻ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്. ചേട്ടത്തി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കേരള യൂണിവേഴ്സിറ്റിയാണ്. വൈഫ് KSFE അസിസ്റ്റൻറ്റ്, തിരുവല്ലയിൽ വർക്ക് ചെയ്യുന്നു. ഗോപികയുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? ഹസ്ബൻഡ് എവിടെയുണ്ട്? എൻ്റെ പേര് ഗോപിക. ഞാനിപ്പോൾ KSFE തിരുവല്ലയിൽ ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയാണ് ഉള്ളത്. അച്ഛനും അമ്മയും ഇപ്പോൾ റിട്ടയർഡായി. ടെർമോ പെൻപോൾ എന്ന പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര കാലമായി? 8 മാസമായി. 8 മാസമായി. അപ്പൊ അതിന് മുന്നേ നിങ്ങൾക്ക് പരിചയമുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെട്ടത്, എങ്ങനെയാണ് ഒരു ലവ് ആവുന്നത്, പിന്നെ എങ്ങനെയാണ് കല്യാണത്തിൽ എത്തുന്നത്? നമ്മൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ ഒരുമിച്ചായിരുന്നു. പക്ഷെ റിലേഷനിലായത് നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷം കോളേജ് കഴിഞ്ഞിട്ട് നമ്മൾ ബാങ്ക് കോച്ചിങ്ങിന് ആദ്യം പോയത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് പരിചയമായതും കൂടുതൽ റിലേഷൻഷിപ്പിലായത്. കറക്റ്റ് പറഞ്ഞാൽ ബിടെക് കഴിഞ്ഞിട്ടുള്ള റിലേഷൻഷിപ്പ്. സ്കൂൾ തൊട്ട് അറിയാം, പക്ഷേ ബിടെക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കുറച്ചുകൂടി പരിചയക്കാരാവുന്നത്. അവിടെ നിന്നാണ് പിന്നെ PSC പഠനത്തിലോട്ടും. കൊറോണ സമയമായി, 2020 ഒക്കെ ആയപ്പോൾ കൊറോണ. ആ സമയത്ത് LD വിളിക്കുമെന്ന്, LDയുടെ ടൈമാണ്. അപ്പോൾ നമ്മൾ LD പഠിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ LD 2 ഘട്ടമാക്കി. അപ്പോൾ പിന്നെ അതിനോടൊപ്പം പഠനം തുടങ്ങി. പക്ഷേ LD നമുക്ക് 10th ലെവലൊന്നും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സെക്രട്ടറി പറ്റിയില്ല. ഇതുവരെ ഒരു മെയിൻസും 10th ലെവൽ ഞാൻ ക്രാക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ സെക്രട്ടേറിയറ്റ് വന്നു. സെക്രട്ടേറിയറ്റിൻ്റെ പ്രിലിംസ് ക്രാക്ക് ചെയ്തു. ദെൻ മെയിൻസ്. രണ്ടുപേരും ഗ്രാജുവേറ്റ് ചെയ്ത് ബിടെക് ആയിരുന്നു. ബിടെക്. അതിനുശേഷം ഡയറക്റ്റ് PSC പ്രിപ്പറേഷൻ തുടങ്ങായിരുന്നു. എങ്ങനെയായിരുന്നു? ഞാൻ അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ജോലിയുടെ ഇടയിലാണ് PSC പ്രിപ്പറേഷനിൽ അതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഇത് പഠിച്ചുകൊണ്ടിരുന്നത്. ബിടെക് കഴിഞ്ഞിട്ട് പിന്നെ ബാങ്ക് കോച്ചിങ്, ബാങ്ക് ആൻഡ് SSC ആയിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ LD വിളിക്കും. അങ്ങനെ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ കണ്ട് LD പഠിക്കാനായിട്ട് ഇറങ്ങിയത്. പിന്നെ അതിനുശേഷം PSC പഠനമായിരുന്നു. നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യമേ ഈ PSCയിലോട്ട് വരുമ്പോൾ ഒരു ന്യൂ ഫേസ് ആയിരുന്നല്ലോ. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ചെറുതായിട്ട് ഓരോ ആർട്ടിക്കിൾസ് അങ്ങനെയൊക്കെ കണ്ടായിരുന്നു പോയത്. അപ്പോൾ അത് മാത്രം കണ്ടു പോയിട്ട് നമുക്കൊരു പ്രയോജനം ഇല്ലയെന്ന് മനസ്സിലായി. അപ്പോൾ ലീവ് എടുത്തൊക്കെ ആയിരുന്നു 10-15 ദിവസം, എക്സാമിന് 10-15 ദിവസം മുമ്പ് ലീവ് എടുത്ത് പഠിക്കും. അങ്ങനെ ഒരു പ്രയോജനം ഇല്ലാതിരുന്നപ്പോൾ ആണ് അല്ലാതെ ഒരു സ്ട്രക്ചർഡായിട്ട് പഠിക്കണമെന്ന് തോന്നി. അപ്പം രാവിലെ എണീറ്റിരുന്ന് പഠിക്കും. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ശനി ഞായറും ലീവല്ലേ, അങ്ങനെ ഇരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പറഞ്ഞിട്ട് ഞങ്ങളുടെ ആ സമയത്ത് പാറ്റേൺ ചേഞ്ച് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം പുതുതായിട്ട് ഇറങ്ങുന്ന ഒരാൾ പാറ്റേൺ ചേഞ്ചിൽ വരുമ്പോൾ എല്ലാവരും പുതുതായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്ര കൊല്ലം ആൾക്കാർ പഠിച്ചിരുന്നത് കൊണ്ട്
അവർക്ക് ഒരു മുൻഗണന അല്ലെങ്കിൽ ഇനി എഴുതുന്ന എക്സാംസിന് അവർക്ക് ക്രാക്ക് ചെയ്യാൻ ഈസി ആയിരുന്നു. പക്ഷേ ഒരു പാറ്റേൺ ചേഞ്ച് വന്നതോടെ എല്ലാവരും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടും ഡീപ്പായിട്ടും പഠിക്കുന്നത് കൊണ്ട് എല്ലാവരും പുതുമുഖങ്ങളെ പോലെ ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് വന്ന ഡിഗ്രി ലെവൽ എക്സാമുകളെല്ലാം എല്ലാവരും തുടക്കക്കാരായിട്ട് എഴുതിയത് കൊണ്ട് നമുക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അതെ അതെ. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒരുപാട് ഷെയർ ചെയ്തിട്ടും ഒരു കമ്പൈൻ സ്റ്റഡി ഒക്കെ ആയിട്ടായിരിക്കും ഇങ്ങനെ ഒരു മികച്ച അച്ചീവ്മെന്റ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 222ാമത്തെ റാങ്കാണ് ഏറ്റവും മികച്ചൊരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു അതിന്റെ പ്രിപ്പറേഷനൊക്കെ? ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പക്ക ആക്ട് ആയിരുന്നാലും അതിൻ്റെ മെയിൻ സോഴ്സ് വെച്ച് പഠിക്കുക എന്നുള്ളത് അതായിരുന്നു. കാരണം ഈ ഇപ്പോൾ ഓൺലൈൻ ഉണ്ടായാലും നമുക്ക് എങ്ങനെ എവിടെ നിന്ന് പഠിക്കണം ഒരാൾ ഗൈഡ് ചെയ്യാനില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് PKPSC കോർണറിനെ കുറിച്ച് അറിയുകയും അപ്പോൾ അവിടെ ചേട്ടൻ ആക്റ്റൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ തുടങ്ങി. PKPSC കോർണർ എന്നൊരു പ്ലാറ്റ്ഫോമിലോട്ട് നിങ്ങൾ എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? അതിന് ശേഷമുള്ള പ്രിപ്പറേഷന് എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട്? ഞങ്ങൾ 10th ലെവൽ ഉണ്ടായിരുന്നു. പക്ഷേ 10th ലെവൽ ASM ഗ്രൂപ്പിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ ചേട്ടൻ അന്ന് ഒരു ഇതിൻ്റെ കാര്യവിവരങ്ങൾ പറയുവാനായിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ ഗ്രൂപ്പ് അഡ്മിൻസ് ഈ ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ട് അങ്ങനെയാണ് ഞാൻ PKPSCയിൽ വന്നിട്ട് ചേട്ടൻ ഇങ്ങനെ കണ്ടു നോക്കി ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ 5:15 ക്ലാസ്. അപ്പോൾ ആ ചേട്ടനായിരുന്നു അന്ന് മെയിനായിട്ട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത്, ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് നമ്മൾ കവർ ചെയ്യാത്ത ഏരിയകളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഗവേണൻസ്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ടോപ്പിക്സ്, ആക്സിൻ്റെയൊക്കെ ബെയർ ആക്ട് തന്നെയായിരുന്നു. പിന്നെ കമ്മീഷൻസ്, പോക്സോ എല്ലാം നമുക്ക് വേണ്ട സാധനം കിട്ടിയെന്ന് മനസ്സിലായി. അപ്പോൾ ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. പിന്നെ 5:15 ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നത് അപ്പോഴാണ്. പരീക്ഷ സമയത്ത് പോലും 5:15 ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യായിരുന്നു. അപ്പോഴാണ് ചേട്ടൻ ആക്ട് വെച്ചിട്ട് ബെയർ ആക്ട് തന്നെ വെച്ച് പഠിപ്പിക്കുന്നതും പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ലക്ഷ്മികാന്ത്, അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വിത്തിൻ ദ ലിമിറ്റ് പീരീഡ്. അതായത് നമുക്ക് ഇപ്പോൾ ഞാൻ ആഗസ്റ്റിൽ ജോയിൻ ചെയ്യുന്നു, ഡിസംബറിൽ മെയിൻസിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചപ്പോൾ മെയിൻസ്. അപ്പോൾ ഈ ഒരു 3 മാസം കൊണ്ട് നമുക്ക് വേണ്ട സാധനം പെട്ടെന്ന് ക്രോഡീകരിച്ച് തരിക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചൊരു ബെനിഫിറ്റ് തന്നെയാണ്. പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റി. പ്രധാനമായിട്ട് നമ്മൾ ടെലഗ്രാം, നമ്മൾ കോൺഫറൻസ് കോൾ വഴി ആണ് പഠനം ഒരുമിച്ചുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ആ ഒരു 1 ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസ്. അപ്പോൾ നമ്മളൊരു 2022 ഓഗസ്റ്റ് സമയമൊക്കെ ആയപ്പോഴാണ് പ്രിപ്പറേഷൻ കുറച്ചുകൂടി സ്ട്രോങ് ആക്കി തുടങ്ങി. അപ്പോഴാണ് PKPSC കോർണറിനെ പറ്റി അറിയുന്നതും ആ ഗ്രൂപ്പിലോട്ട് വന്ന്. അപ്പോൾ നമുക്കൊരു അഡീഷണൽ ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ നമുക്കൊരു നല്ലൊരു സപ്പോർട്ട് കിട്ടി. അപ്പോൾ പിന്നെ നമ്മൾ കമ്പൈൻ സ്റ്റഡി ആയിരുന്നു കൂടുതലും ഫോക്കസ് ചെയ്ത്. അങ്ങനെയായിരുന്നു. ഇങ്ങനെയും റിലേഷൻഷിപ്പിലായ ഇങ്ങനെയും ഉപകാരങ്ങൾ നല്ല രീതിയിലുള്ള. രാവിലെ PK ചേട്ടൻ്റെ ക്ലാസ് തുടങ്ങുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും എണീക്കും, 5:15 എണീക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ടൈം ടേബിൾ അനുസരിച്ച് ഫോൺ വഴി തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഗോപികയുടെ ഏറ്റവും മികച്ച റാങ്ക് എന്ന് പറയുന്നത് KSFE 25ാമത്തെ റാങ്ക് ആയിരുന്നു. അപ്പൊ അത് നേടിയെടുത്തു. ചെറിയൊരു ഗ്യാപ്പ് വന്നാലും അതിലോട്ട് വരുമ്പോൾ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻസ്? ജോലി റിസൈൻ ചെയ്തു. സെക്രട്ടേറിയറ്റ് മെയിൻസ് ഇത്ര റാങ്ക് ബാക്കിലായപ്പം ജോലി വെച്ച് പഠിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച ഡിസിഷൻ എടുത്ത് റെസിഗ്നേഷൻ ചെയ്തു. അപ്പോഴത്തേക്കും കമ്പനി ബോർഡിൻ്റെ പ്രിലിംസ് ഓൾറെഡി റിസൾട്ട് പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സാം എന്തായാലും ക്രാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി എവിടെയാണോ പാളിച്ചകൾ പറ്റി അതെല്ലാം ഇരുന്ന് പഠിച്ചു. ചേട്ടൻ്റെ ക്ലാസ് ലൈവായിട്ട് തന്നെ കേൾക്കാൻ തുടങ്ങി. ഈ ജോഗ്രഫി ആയാലും ചേട്ടൻ റിവറൊക്കെ ആയാലും ഇങ്ങനെ വരച്ചായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം പേപ്പറിൽ വരച്ച് പഠിച്ച് അപ്പോൾ അത് നമുക്ക് തലയിൽ നല്ല രീതിയിൽ ഇരിക്കുമെന്ന്. അങ്ങനെ എല്ലാ ക്ലാസ്സും ചേട്ടൻ്റെ ലൈവ് ക്ലാസ് എല്ലാം ഞാൻ കവർ ചെയ്തു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സുധിന് മികച്ച അച്ചീവ്മെന്റ് കിട്ടി. ഒരാൾക്ക് പ്രതീക്ഷിച്ച റാങ്ക് ഇല്ല. സൈഡ് സന്തോഷം, ഒരു സങ്കടം. അപ്പോൾ നമ്മൾ പയ്യെ സങ്കടത്തിലോട്ടങ്ങ് വീഴുകയായിരുന്നു. എന്നാലും ഞാൻ മനസ്സിൽ ചിരിച്ചു, പുറത്ത് സങ്കടം അഭിനയിച്ചു എന്ന് നമുക്ക് സങ്കടം ഉണ്ടാവും സ്വാഭാവികമായിട്ട്. രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചിട്ട് ഒരാൾ അച്ചീവ് ചെയ്യുന്നു. പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാൻ രാവിലെയൊക്കെ എഴുന്നേൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. ചില ദിവസങ്ങൾ ഗോപിയായിരിക്കും ക്ലാസ്സസ് കണ്ടിട്ട് എനിക്ക് പറഞ്ഞത്. ഞാനായിരിക്കും എണീറ്റിരുന്ന ഞാൻ കണ്ട ക്ലാസ്സുകൾ പഠിപ്പിച്ചെടുത്ത് എനിക്ക് കിട്ടിയില്ലല്ലോ. അപ്പൊ അതും ഞാൻ ഡെയിലി കേൾക്കണം. ഞാൻ പഠിപ്പിച്ചിട്ട് നിങ്ങള് ഇപ്പൊ പഠിച്ച മലയാളം ആയാലും പദശുദ്ധി ആയാലും പുള്ളിക്കാരൻ ചോദിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി ചോദ്യം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അടി. അല്ല നമുക്ക് ടെലഗ്രാമില് ഉണ്ടല്ലോ ആക്സസ്. ടെലഗ്രാമിൽ നമുക്ക് PDF ഷെയർ ചെയ്ത് ഡിസ്കസ് ചെയ്യാം. സെക്രട്ടറിയുടെ സമയത്തും അങ്ങനെ ആയിരുന്നു. എനിക്കിപ്പോൾ ക്ലാസ് കയറാൻ പറ്റിയില്ലെങ്കിൽ ഗോപിക കണ്ടിട്ട് എനിക്ക് പഠിപ്പിച്ചു തരും. അല്ലെങ്കിൽ ഗോപികയ്ക്ക് കാണാൻ പറ്റാത്ത സമയത്ത് ഞാൻ ക്ലാസ്സുകൾ കേട്ടിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ് കേൾക്കുന്നതുകൊണ്ട് നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ
അതിൻ്റേതായ അഡ്വാൻറ്റേജും ഉണ്ട്. നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെ മനസ്സിൽ അത്രത്തോളം നിൽക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരാൾ പറഞ്ഞു തരുന്നതാണ് കുറച്ചുകൂടി നല്ലതായിരുന്നു. ഗോപിയെ സംബന്ധിച്ച് ഗോപി ഒറ്റയ്ക്ക് പഠിക്കുന്നതാണ് കുറച്ചുകൂടി അല്ലേ. എന്നാലും പ്രതീക്ഷിച്ചൊരു റാങ്ക് ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് സുബിൻ സപ്പോർട്ട് ചെയ്തത് ആ സമയത്ത്? ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുമിച്ചുള്ള പഠനം മാറിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് വീക്ക് പോയിന്റ്സ് ഏതാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് വൈകിട്ടാവുമ്പം ഈ കവർ ചെയ്ത പോർഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം ഞാൻ അതനുസരിച്ച് നന്നായിട്ട് പഠിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് എവിടെയാണോ വീഴുന്നതെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻസും ചോദിക്കും. പിന്നെ ഈ മലയാളത്തിൽ ഈ പദശുദ്ധി അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഒരാൾ പറഞ്ഞാലല്ലേ നമുക്ക് എഴുതാൻ പറ്റും നല്ല രീതിയിൽ. അതെ അതിനെ കൂടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുണ്ടാകുമ്പോൾ ഒത്തിരി ഹെൽപ്പ് ആയിട്ടുണ്ടായിരുന്നു. ശിക്ഷിക്കുകയൊക്കെ ചെയ്യും. ചൂരൽ വെട്ടി വെച്ചിട്ടുണ്ട്, ചൂരലും മുളക് തേച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കാണിക്കുക. പ്രധാനമായിട്ടും മറ്റ് റിവിഷന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്ട്രാറ്റജീസ് അങ്ങനെ എന്തൊക്കെയായിരുന്നു? ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. നമുക്ക് പഠിച്ചിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പഠിച്ച് നോളജ് അക്വയർ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇവർ ചിലപ്പോൾ സൈറ്റിൽ നിന്നായിരിക്കും ചിലപ്പോൾ കോപ്പി. നമ്മൾ സെക്രട്ടറിൻ്റെ സമയം എടുത്തു കഴിഞ്ഞാൽ ട്രഷറി ഓഫീസർ ഒരു എക്സാം ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ അവർ ചോദിച്ചത് ഈ സൈറ്റിൽ നിന്ന് എടുത്ത്, അതുപോലെ ഈ കെ ഫോൺ എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒബ്ജക്റ്റീവ് ഇതൊന്നും നമുക്ക് കേട്ട് പരിചയമുള്ളൂ. പക്ഷേ ഇത് അവർ പ്രോപ്പറായിട്ട് കെ ഫോണെന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയും 4 പോയിന്റ് അതുപോലെ കാണും. അതിനെടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് വയ്ക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതൊരു ട്രഷറി ഓഫീസറിൻ്റെ ചോദ്യ സമയത്താണ്. അപ്പോൾ ചേട്ടാ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ ഒരു മേഖലയൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, പിന്നെ ആക്ട്, കമ്മീഷൻസ്. അപ്പോൾ അന്ന് ചോദിച്ചത് ഫുള്ളും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കിയാലും PSCയുടെ ഒരു പാറ്റേൺ എടുക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് നമുക്ക് ചില ബോണസ് ആയിട്ട് വരുന്ന 2-3 ക്വസ്റ്റ്യന് ആ ഒരു റിലേറ്റഡ് എക്സാംസ് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതുകൂടി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് പഠിച്ചത് എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സ്കീംസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ ഇല്ല എന്ന് പറയാം. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്? ആ സമയത്ത് നമുക്ക് ഒരുപാട് എക്സാംസ് ഡിഗ്രി ലെവൽ മെയിൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മെയിൻസ് ആയാലും പ്രിലിംസ് ആയാലും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്താണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നല്ല ഡീപ്പായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ലക്ഷ്മികാന്ത് അതിൽ നിന്നൊക്കെ തന്നെയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പോരാഞ്ഞിട്ട് ഈ ഗവർണൻസ്, കേരള സർക്കാരിൻ്റെ സ്കീംസ്, അതൊക്കെ അവർ ആ സൈറ്റിൽ നിന്ന് തന്നെയാണ് ഓപ്ഷൻ. അതെ, ഇല്ല, അതൊക്കെ അവർ സൈറ്റിൽ നിന്ന് അതേ സൈറ്റിൽ നിന്ന് കോപ്പി ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതൊക്കെ കുറച്ചും കൂടെ നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ നമുക്ക് റാങ്ക് മേക്കിംഗ് ലെവലിലേക്ക് എത്താൻ പറ്റും. ബാക്കിയുള്ളവരെല്ലാവരും ലാംഗ്വേജ്, GK ഒക്കെ ഒരുപാട് ഇരുന്ന് പഠിക്കും. പക്ഷെ അതിൽ നിന്ന് നമുക്കൊരു മികച്ച റാങ്ക് വരണമെങ്കിൽ അവരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ റീസെൻ്റ് ചോദിച്ച ക്വസ്റ്റ്യൻസും ഈ സൈറ്റും അതൊക്കെ നോക്കി പഠിച്ചാൽ നമുക്ക് ഈ നെഗറ്റീവ് ഒക്കെ ഒഴിവാക്കി എടുക്കാൻ വേണ്ടി എന്തെങ്കിലും ടിപ്സ്? നെഗറ്റീവ് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരും. ഹ്യൂമൻ എററാണ്. നമുക്ക് അറിയാമെന്നുള്ള ഒരു 1-2 ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും തെറ്റിക്കും. പിന്നെ ഈ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് അതിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഫോക്കസ് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് എടുത്തിരുന്നാൽ പോലും നമുക്ക് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10, 20, 25 മാർക്ക് കിട്ടുന്ന ഒരു മേഖലയായിരുന്നു. കാരണം ബാക്കിയിൽ നമ്മൾ കൊടുക്കുന്ന ടൈമിൻ്റെ 4/1 ടൈം മതി ഈ ഒരു മേഖല കവർ ചെയ്യാൻ. മാത്സ് ഒക്കെ ചിലപ്പോൾ നമുക്ക് എളുപ്പമുള്ളവർ കാണും, കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളവർ കാണും. എങ്കിലും നമ്മൾ കോമ്പീറ്റ് ചെയ്യുമ്പോൾ അവിടെ എളുപ്പം ബുദ്ധിമുട്ടില്ല. എല്ലാവരും ഒരേ ക്വസ്റ്റ്യൻസാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണെങ്കിൽ നമ്മൾ പഠിച്ച് കയറുക തന്നെ വേണം. അപ്പോൾ ഇതാരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. എല്ലാവരും GK പഠിക്കണതിൻ്റെ കുഴപ്പമാണ്. GK പഠിച്ച് അതിൽ നിന്ന് മാർക്ക് നേടാനായിട്ട് ഈ ഒരു 30 മാർക്ക് പറഞ്ഞിട്ട് പ്രിലിംസ് എക്സാം വരുമ്പോൾ ഇത് 50 മാർക്കാണ്. ഡെയിലി വർക്കൗട്ടും കൂടെ ചെയ്യണം, ഈ മാത്സും ഇംഗ്ലീഷും മലയാളവും. അല്ലാതെ GK മാത്രം പഠിച്ചോണ്ടിരുന്ന കാര്യമില്ല. റാങ്ക് അത് നല്ലൊരു റാങ്ക് കിട്ടണം. തീർച്ചയായും GK കൊടുക്കുന്ന തുല്യ ഇമ്പോർട്ടൻസ് ഡെയിലി വർക്കൗട്ടും ചെയ്യണം. സിലബസ് കൂടുതലായിട്ടും തീർക്കാനുള്ള ഇത് കാണിക്കുന്ന പകരം കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എനിക്ക് പറ്റിയ അബദ്ധം അതായിരുന്നു സെക്രട്ടേറിയറ്റ്. ഞാൻ ശരിക്കും സിലബസ് തീർന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഞാൻ റെഫർ ചെയ്തില്ല. ചെയ്യാത്തടത്തോണ്ട് റാങ്ക് ബാക്കിലോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഈ പഠനത്തോടൊപ്പം തന്നെ ഒരുപാട് ഡൗട്ടുകൾ ഇതിനെ സംബന്ധിച്ച്, എക്സാംസിനെ സംബന്ധിച്ചായാലും അല്ലെങ്കിൽ സർവീസുകളെ സംബന്ധിച്ചിട്ടായാലും ഉണ്ടായിരിക്കും. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള റീസൺ ആണ് ഡൗട്ടുകളാണെങ്കിൽ PK സാറിനെ അപ്രോച്ച് ചെയ്താൽ കറക്റ്റ് ആൻസർ കിട്ടുമെന്നും ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിനോട് തോന്നിയിട്ടുള്ളത്? എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് തമിഴ്നാട് ഡിഗ്രി വെച്ചിട്ട് ഇത് എഴുതാൻ പറ്റും. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. അപ്പോൾ ഞാൻ ചേട്ടൻ ചോദിക്കും. ചേട്ടൻ എപ്പോഴും ഒരു ചേട്ടൻ എന്നുള്ള ഒരു ഗൈഡായിട്ടും മെൻറ്ററായിട്ടും എപ്പോഴും അതിൻ്റെ വ്യക്തമായിട്ടുള്ള മറുപടി പറഞ്ഞു തരാറുണ്ട്. പിന്നെ എന്ത് സർവീസ് മാറ്റർ ഉണ്ടായി, ഇപ്പോൾ ഞാൻ സെക്രട്ടേറിയറ്റ് കയറുന്ന സമയമായിരുന്നാലും ചേട്ടന് എപ്പോഴും മെസ്സേജ് അയച്ചിട്ട് ചേട്ടാ ഇൻ കേസ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ പോലും
ഇവിടെ അതിൻ്റെ മ്യൂച്വലോ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും മ്യൂച്വൽ കിട്ടുവാണെങ്കിലൊക്കെ എനിക്ക് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ചേട്ടനെ നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നു എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ ചേട്ടൻ പ്രോപ്പർ ഗൈഡൻസ് ആയിട്ട് സുധിൻ അതൊന്ന് വരട്ടെ, നീ അതുവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്ന ഒരു പ്രവണതയാണ്. കേക്കല്ലേ ചേട്ടാന്ന് വിളിക്കുന്നത് ചേട്ടൻ തന്നെയാണ്. പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ എക്സാമിന്റെ സമയത്തൊക്കെ ടെൻഷൻ എന്നുള്ളൊരു ബേർഡൻ ഉണ്ടാവാറുണ്ടോ? സെക്രട്ടേറിയറ്റ് എഴുതുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ മനസ്സിലായി. കാരണം അതൊക്കെ ഒരു പാളിച്ചകളാണല്ലോ. കാരണം ജോലി റിസൈൻ ചെയ്ത് എൻ്റെ ഫസ്റ്റ് എക്സാമാണ്, ഇത് കിട്ടിയില്ലെങ്കിൽ അപ്പം അങ്ങനെ എഴുതിയപ്പോഴാണ് അത് ഫെയിലായത്. അപ്പോൾ ബാക്കിയുള്ള എക്സാംസ് എഴുതാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നും, ടെൻഷൻ ഇല്ലാതെ നമുക്ക് അറിയാവുന്നത് പോയി എഴുതാമെന്നുള്ളതാണ്. ടെൻഷൻ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പകുതി മാർക്കും കുറച്ച് കിട്ടും നമുക്ക് എന്തായാലും. ടെൻഷൻ കാരണം നമുക്ക് പകുതി മാർക്കും പോകുന്നത്. നമ്മുടെ ഈ ഇൻ്റർവ്യൂസ് കൂടുതലും കാണുന്നത് ബിഗിനേഴ്സ് അല്ലെങ്കിൽ പഠിച്ചിട്ട് വിചാരിച്ച പോലെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റാത്തവരൊക്കെയാണ്. അപ്പം നിങ്ങളെന്ന് പറയുമ്പോൾ മികച്ച അച്ചീവ്മെൻ്റ് ഉള്ള ഒരു ദമ്പതികളാണ്. അപ്പോൾ കറക്റ്റായിട്ട് PSCയുടെ ലേറ്റസ്റ്റ് എക്സാമിനേഷൻസ് ഒക്കെ ക്രാക്ക് ചെയ്തിട്ടുള്ള 2 വ്യക്തികളാണ്. ആപ്റ്റായിട്ടുള്ള അഡ്വൈസ് കൊടുക്കാൻ നിങ്ങൾ ആപ്റ്റാണ്. എന്തൊക്കെ ടിപ്സാണ് ഒരു ബിഗിനിങ് സ്റ്റേജ് തൊട്ട് നമ്മളൊരു PSC പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ആദ്യമേ തന്നെ നമ്മൾ PSC പഠനത്തിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളിലൊരു വിശ്വാസം അർപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യം. കാരണം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിൽ പിന്നെ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരും. ചിലപ്പോൾ 6 മാസം, 1 വർഷം, 1.5 വർഷം, അങ്ങനെ കുറച്ച് കാലതാമസം എടുക്കും. ഇപ്പോഴത്തെ PSCയുടെ ഒരു സാഹചര്യം വെച്ചാണെങ്കിൽ പ്രിലിംസ്, മെയിൻസ് പോലെയുള്ള എക്സാമുകൾ ചിലപ്പോൾ കടന്ന് നമ്മളൊരു റാങ്കിൽ വന്നാലും പിന്നെ ആദ്യത്തെ റാങ്ക് അല്ല എങ്കിൽ പോലും കുറച്ച് പുറകിലോട്ടാണെങ്കിൽ വീണ്ടും അഡ്വൈസായി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഈ ഒരു കാലതാമസത്തേക്ക് നമ്മൾ ചിലപ്പോൾ മെൻ്റലി അല്ലെങ്കിൽ നല്ല രീതിയിൽ പുറത്തുനിന്നുള്ള ഒരു പ്രഷർ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ തരണം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ പഠിച്ചു തുടങ്ങുമ്പോൾ എപ്പോഴും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നമ്മൾ തുടക്കക്കാരാണെങ്കിൽ ആദ്യമേ കാട് കയറി പഠിക്കാതെ നമുക്ക് പറ്റുന്ന രീതിയിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ മേഖലകളിലും കുറേശ്ശെ പഠിച്ച് അവസാനം നല്ലൊരു ബേസ് സെറ്റാക്കി സ്വന്തമായിട്ട് തന്നെ നമ്മളെ വിലയിരുത്താനുള്ള ഒരു സ്റ്റേജ് നമ്മളെത്തും. അപ്പോഴും നമ്മൾ മനസ്സിൽ നമ്മൾ PSC ട്രാക്കിലായി. പിന്നെ ആ ഒരു എക്സാം സമയത്ത് ആ PSC നടത്തിയ കുറച്ച് എക്സാമുകൾ കാണും, അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുക. അവിടെ നിന്നും കുറച്ച് മാർക്കുകൾ കിട്ടും. അപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് പോലെയുള്ള സബ്ജക്റ്റുകൾ നല്ല സ്ട്രോങ് ആക്കി മാറ്റുക. അപ്പം നമുക്ക് തീർച്ചയായിട്ടും മാക്സിമം ഒരു 1-2 കൊല്ലത്തിനകം നമുക്ക് ലക്ഷ്യസാധ്യത എത്താൻ പറ്റും. തീർച്ചയായിട്ടും ആദ്യമേ തന്നെ നമ്മളിലൊരു വിശ്വാസം അർപ്പിക്കുക. വലിയ ചോദ്യങ്ങൾക്കുള്ള മറുപടി നമുക്ക് ജോലിയിലൂടെ തന്നെ നമുക്ക് ഉത്തരമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോഴൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ളവരുടെ സന്തോഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. കാരണം ഒരു 3-4 കൊല്ലത്തേക്ക് എനിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ജോലി ആയപ്പോൾ അവർക്കൊക്കെ ഉള്ള സന്തോഷം തീർച്ചയായിട്ടും അതൊരു വലിയ ബെനിഫിറ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. സെയിം എല്ലാം പറഞ്ഞു പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. കാരണം നമ്മളെ വിശ്വസിച്ച് നമ്മൾ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് നേടിയിട്ടേ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടും. പിന്നെ വീട്ടിലുള്ള സമ്മർദ്ദം അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കാതെ നമ്മളിൽ വിശ്വസിച്ച് മുന്നേറുക. അപ്പോൾ ഈ ജേർണിയിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ 2 പേരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും പേരുകൾ എടുത്ത് പറയണം, ഈ ഒരു ജേർണി സക്സസ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ആരുടെയൊക്കെ പേരുകൾ എടുത്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്? PK ചേട്ടന് തന്നെ ആദ്യത്തെ നന്ദി പറയേണ്ടതുണ്ട്. കാരണം ചേട്ടൻ്റെ ഗ്രൂപ്പിൽ വന്നത് കൊണ്ടാണ് നമുക്ക് അഡീഷണലായിട്ട് കുറേ കാര്യങ്ങൾ കിട്ടുകയും അത് എക്സാമിൽ അതുപോലെ ചോദിക്കുകയും ചെയ്തു. നമുക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ളത്. പിന്നെ വീട്ടിലുള്ളവർ സത്യം പറഞ്ഞാൽ ഞാൻ 2019 പാസ് ഔട്ടാണെങ്കിൽ പോലും ജോലിക്ക് 2024 ഇതിൻ്റെ ഇടയ്ക്ക് മാരേജ്, അപ്പോഴൊന്നും പോലും എൻ്റെ അടുത്ത് വേറെ ജോബ് നോക്കാനോ അല്ലെങ്കിൽ വേറെ വഴിയിൽ സമ്പാദ്യം ഉണ്ടാക്കാനോ ഒന്നും പറഞ്ഞില്ല. കാരണം ഫിനാൻഷ്യലി കുഴപ്പമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അവർ എപ്പോഴും ഒരു സപ്പോർട്ടീവായിരുന്നു. ജോബ് മേടിക്കാനായിരുന്നാലും പിന്നെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്. പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഉണ്ടായിരുന്നു. അവിടെ 2-3 എഡ്യൂക്കേറ്റേഴ്സ് എപ്പോഴും ഹെൽപ്ഫുള്ളായിരുന്നു അവർ. കാരണം നമുക്ക് മലയാളം എന്ന് പറഞ്ഞ ലാംഗ്വേജ്, ഞാൻ മലയാളം 7ാം ക്ലാസ്സിൽ
പഠിപ്പ് നിർത്തിയത്. പിന്നെ മലയാളം പഠിച്ചിട്ടില്ല. അപ്പോൾ മലയാളമൊക്കെ എനിക്ക് പിക്കപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് ഓൺലൈനിൽ കുറച്ച് ക്ലാസ്സസ് നല്ല രീതിയിൽ കിട്ടി. പിന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു, ഈ സാഹചര്യങ്ങളും ഈ ഗ്രൂപ്പിലോട്ട് എത്തിക്കാനും പിന്നെ ഇവരെയൊക്കെ പരിചയപ്പെടാനും ഒക്കെ പറ്റിയതിൽ വളരെ സന്തോഷം. എനിക്കും പി എ ചേട്ടനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ ഒരാളില്ലെങ്കിൽ നമ്മളവിടെ വീഴും. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പഠിച്ച് എന്തൊക്കെ റെഫർ ചെയ്ത് പഠിക്കണം എന്നൊക്കെ ചേട്ടൻ പറഞ്ഞപ്പോൾ എവിടെയാണോ പാലിച്ചത് പറ്റി അത് കുറച്ചും കൂടെ സ്ട്രെങ്തനായി. അങ്ങനെ ചേട്ടൻ മാത്രമല്ല, ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ തരും. ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ചേട്ടൻ തന്നെ ഗ്രൂപ്പിൽ ഇങ്ങനെ മോട്ടിവേഷനൊക്കെ തരും. അപ്പോൾ അത് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ എന്നെ വിശ്വസിച്ചിരുന്ന അച്ഛനും അമ്മയും പിന്നെ പുള്ളിക്കാരനും എല്ലാവർക്കും നന്ദി. നമ്മൾ പഠനത്തെ പറ്റി ഒരുപാട് സംസാരിച്ചു. പഠനത്തിന്റെ ഇടയിൽ കണ്ടിന്യൂസ് പഠിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് മടുപ്പൊക്കെ വരാം. അങ്ങനെ വരുന്നവരാണോ, അല്ലെങ്കിൽ ഹോബീസ് എന്തൊക്കെയാണ്? പഠന സമയത്ത് ഭയങ്കര പ്രഷറായിരുന്നപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ബ്രേക്ക് ആവാൻ വേണ്ടി പാട്ടൊക്കെ കേൾക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് പി കെ ചേട്ടൻ ഗ്രൂപ്പിൽ പാട്ടൊക്കെ എടുത്തിടുമായിരുന്നല്ലോ. ഇടയ്ക്ക് ഇടും, ഇത് കേട്ടോ ഇപ്പൊ ഒരു ഫ്രഷ് ആയില്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പാട്ടുകൾ കേൾക്കും. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഒരു ഹോബി ഒന്നും ഇല്ലായിരുന്നു. ഈ റിലാക്സ് ചെയ്യാൻ വേണ്ടി പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. ഇപ്പോഴാണ് കുറച്ച് ബുക്ക് വായനയും പണ്ടത്തെ ശീലമൊക്കെ തുടങ്ങിയത്. ഹോബീസ് എനിക്ക് കൂടുതലും സ്പോർട്സ് റിലേറ്റഡ് ആക്ടിവിറ്റീസാണ്. ക്രിക്കറ്റ്, ഫുട്ബോൾ, അങ്ങനത്തെ. അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് മെയിൻ സമയത്താണ് വേൾഡ് കപ്പ് ഫുട്ബോളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഫൈനലൊക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഇവിടെ വേൾഡ് വാർ 3 എന്നൊക്കെ യുദ്ധം അരങ്ങേറുന്നത്. കാരണം വരുന്നു പഠിക്കാൻ എനിക്ക് അവിടെ അവന്മാർ ജയിച്ചൊക്കെ പോകും, നമുക്ക് ജോലി കിട്ടണമെങ്കിൽ. അപ്പോൾ ആ സമയത്ത് എന്നിരുന്നാൽ പോലും മാച്ചസൊക്കെ കാണുമായിരുന്നു. നമ്മൾ കാണേണ്ട അല്ലെങ്കിൽ കളി കാണേണ്ട സമയം കളി കാണുക, പഠിക്കേണ്ട സമയം അതിനായിട്ട് പഠിക്കുക എന്നുള്ളത്. പിന്നെ ഇനി ഇപ്പോഴും പ്രിപ്പറേഷൻസ് ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ടോ? എന്താണ് ഫ്യൂച്ചർ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഇനി KS പ്രിപ്പയർ ചെയ്യണം എന്നാണ് ആഗ്രഹം. എന്നാൽ സ്റ്റഡീസ് ബ്രേക്ക് ചെയ്ത് വെച്ചിട്ടില്ല, കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ടാഗ് വരുമല്ലോ. ഞാൻ ഇത് സെക്രട്ടേറിയറ്റിന് ശേഷം CGL നോക്കിയിട്ടുണ്ടായിരുന്നു. CGL മെയിൻസ് വരെയൊക്കെ എത്തിയതാണ്. പിന്നെ സെക്രട്ടേറിയറ്റ് കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ജോബ് ആയതിനു ശേഷം പിന്നെ നോക്കിയിട്ടില്ല. പിന്നെ KS കിട്ടുമ്പോൾ നോക്കണം. അതിലോട്ടൊന്നും പഠിച്ച് ഇറങ്ങണമെന്നുണ്ട്. ഇപ്പോൾ പഠിക്കുന്നില്ല. പക്ഷേ KS നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തേക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം, അതൊന്ന് ക്രാക്ക് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഹണിമൂൺ പീരീഡിലൊക്കെ കൂടുതലും ഈ പ്രിപ്പറേഷനും അതിൻ്റെയൊക്കെ ആയിട്ട് കുറച്ച് കാലം ചിലപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടുപേരും ജോലിക്ക് പ്രവേശിച്ചിട്ടായിരിക്കും അങ്ങനെയൊന്നുമില്ല. ഹണിമൂൺ സമയത്ത് ഫുൾ ഹണിമൂണാണ്. അല്ല, കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇതായല്ലോ, ലിസ്റ്റിലായല്ലോ രണ്ടുപേരും. അപ്പം കല്യാണത്തിന് ശേഷം ഒരുമിച്ച് പഠിച്ചിട്ടില്ല. ഇല്ല, കല്യാണത്തിന് ശേഷം പഠിത്തം അങ്ങനെ നടന്നിട്ടില്ല. പിന്നെ LSTD പ്രിലിംസിന് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അത് ഞാൻ ഒറ്റയ്ക്കാണ് പഠിച്ചത്, പുള്ളിക്കാരൻ CGL. അങ്ങനെ ഇത്രയും നേരം നമ്മളോട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചു. നിങ്ങളെ കാണുമ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഇങ്ങനെ നമുക്കും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ്. അപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി ഇത് കാണുന്ന എല്ലാ കപ്പിളാകാൻ പോകുന്ന വ്യക്തികൾക്കും ഇൻസ്പിറേഷൻ ആവട്ടെ. ഇനി ഭാവിയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ KS, IAS അങ്ങനെയുള്ള നേട്ടങ്ങളായിട്ട് അങ്ങനെയുള്ള ഒരു ദമ്പതികളായിട്ട് നിങ്ങൾ അറിയപ്പെടട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. സോ ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചത് സുദിനും ഗോപികയാണ് അല്ലേ. ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു, ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ PKPSC കോർണർ എന്നൊരു പ്ലാറ്റ്ഫോം വന്നതോടുകൂടി പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും മെൻറ്റർഷിപ്പും ലഭിച്ചതോട് കൂടിയിട്ടാണ് മികച്ചൊരു അച്ചീവ്മെൻറ്റിൽ എത്താനായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കഴിഞ്ഞത്. സോ നിങ്ങൾ ഇനിയും PKPSC കോർണറിൻ്റെ ഭാഗമായിട്ടില്ലെങ്കിൽ താഴെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി കാണുന്നത് വരേക്കും നന്ദി. PKPSC Corner. Craft your future.